ജോർജിയോ അർമാനി അക്വാഡീജിയോ പെർഫ്യൂം 2023 പുറത്തിറങ്ങിയ പെർഫ്യൂമാണ് അക്വാഡീജിയോ പെർഫ്യൂം. ഇത് മേക്ക് ചെയ്തത് നമ്മുടെ സ്ഥിരം ആൾ തന്നെയാണ്, ആൽബർട്ടോ ബുർലാസ് തന്നെയാണ് ഈ ഒരു പെർഫ്യൂം മേക്ക് ചെയ്തത്. അക്വാഡീജിയോ പലർക്കും അറിയാം, അതിന് ഒരുപാട് ഫ്ലാങ്കറുകൾ ഇറക്കുന്നുണ്ട്. വർഷം ഒരേ സെയിം DNA, ആ DNAയിലുള്ളത് അല്പസ്വല്പം പൊടിക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കാലാകാലങ്ങളായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോട്ടിലുകളിൽ സെയിം മണം വെച്ചോടെ ഇറക്കുന്നുണ്ട്. അങ്ങനെ ഇറക്കി വിട്ടതാണ് 2023 ഇറങ്ങി ഈ ഒരു പെർഫ്യൂം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആദ്യം തന്നെ ബോക്സ് ഡിസൈൻ പഴയ അക്വാഡീജിയോ പോർഹോമിൻ്റെ അതേ സെയിം ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പറത്ത വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു ടിപ്പിക്കൽ അക്വാഡീജിയോ ബോക്സ് തന്നെയാണ് ഇതിനുള്ളത്. ഇതാണ് ബോട്ടിൽ. 75 ml ആണ്. പെർഫ്യൂം കോൺസെൻട്രേഷനാണ് ഉള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. താഴെ ബാറ്റ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 38X103 ഇതാണ് ബാച്ച് കോഡ്. അപ്പോൾ എന്താണ് പഴയതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ മെയിനായിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് മറൈൻ നോട്ട്സും ബെർഗമോ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ റോസ്മേരി, സേജ്, ജെറാനിയം. ബേസ് നോട്ടിൽ വരുമ്പോൾ ഓളിബാനം, പച്ചൂളി. ഈ ഒരു നോട്ട് സത്യം പറഞ്ഞാൽ എല്ലാ അക്വാഡീജിയോ ലൈനപ്പിലും ഏകദേശം സെയിം നോട്ട് തന്നെയാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പറയാം. ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മണം ഡിസ്കണ്ടിന്യൂ ചെയ്ത അക്വാഡീജിയോ പ്രൊഫ്യൂമോ 90% അക്വാഡീജിയോ പ്രൊഫ്യൂമോടെ അതേ മണം തന്നെയാണ്. ബാക്കി ഒരു 10% പണ്ടേക്ക് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത അക്വാഡീജിയോ എസൻസ. അക്വാഡീജിയോ എസൻസ് ആണ് ഞാൻ പല റിവ്യൂലും പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അക്വാഡീജിയോ ലൈനപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്വാഡീജിയോ എസൻസയാണ്. നല്ലൊരു മണം അതിന്. ബാക്കിയൊക്കെയും ഏകദേശമല്ല സെയിം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ കൂലങ്കഷമായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മണങ്ങളുടെ വ്യത്യാസം അറിയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു വ്യത്യാസവും ബാക്കിയുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയാത്ത വ്യത്യാസങ്ങളൊന്നുമില്ല. എസൻസയിൽ നമുക്കത് കാണാൻ കഴിയും. നല്ല വ്യത്യാസമുണ്ട്. ടിപ്പിക്കൽ അക്വാഡീജിയോയുടെ ഒരു ലൈനപ്പ് ആ ഒരു മണമല്ല എസൻസയിലുള്ളത്. ഇതിന് 90% ആ പഴയ ഡിസ്കണ്ടിന്യൂ ചെയ്ത പെർഫ്യൂമോടെയും ബാക്കി 10% എസൻസ. എസൻസയുടെ 10% എന്ന് പറയുന്നത് അത് കൂടുതലും അക്വാറ്റിക് അല്ലെങ്കിൽ മറൈൻ എന്നതിലുപരി കുറച്ചും കൂടി ഒരു ഹെർബൽ സൈഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് എസൻസയുടെ മണം. ഇതിനും ആ ഒരു നോട്ടുണ്ട്. പിന്നെ അക്വാഡീജിയോ പ്രൊഫ്യൂമോയിൽ അവരൊരു നോട്ട് ചേർത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻസെൻസ് എന്ന് പറയുമ്പോൾ സുഗന്ധം അല്ലെങ്കിൽ സാമ്പ്രാണി അല്ലെങ്കിൽ സ്മോക്കി അങ്ങനെയുള്ള അല്ലെങ്കിൽ ചന്ദനത്തിരി ഇതുപോലുള്ള നോട്ടുകളാണ് ഇൻസെൻസിൻ്റെ കാറ്റഗറി വരുന്നത്. പക്ഷേ അക്വാഡീജിയോ പ്രൊഫ്യൂമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസെൻസിൻ്റെ നോട്ട് എന്ന് പറയുന്നത് ഒരു ഹെർബൽ നോട്ടായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദനത്തിരിയുടെയോ അഗർബത്തിയുടെയോ നോട്ടൊന്നുമല്ല. അതൊരു സ്മോക്കി സ്മെല്ലായിട്ട് സ്വല്പം ഒരു ഡെപ്തുള്ള അല്ലെങ്കിൽ അല്പം ഒരു ഡാർക്ക് ടോണുള്ള ഒരു നോട്ടായിട്ടാണ് അക്വാഡീജിയോ പ്രൊഫ്യൂമോയിൽ ഇൻസെൻസിൻ്റെ നോട്ട് ചേർത്തിരിക്കുന്നത്. പക്ഷേ ചിലർക്കെങ്കിലും അക്വാഡീജിയോ പ്രൊഫ്യൂമോയിൽ ചേർത്തിരിക്കുന്ന ഇൻസെൻസിൻ്റെ നോട്ട് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് അവർ ആ ഇൻസെൻസിൻ്റെ നോട്ട് അവർ റിമൂവ് ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആ ഇൻസെൻസ് നോട്ടുള്ള ആ ഒരു അക്വാഡീജിയോ പ്രൊഫ്യൂമയാണ്. അപ്പോൾ ആ ഒരു നോട്ട് ഇതിലെനിക്ക് കിട്ടുന്നുണ്ട്. അക്വാഡീജിയോ പ്രൊഫ്യൂമിലുള്ള ഇൻസെൻസിൻ്റെ നോട്ടും എസൻസയിലെ ഒരു ഹെർബൽ നോട്ടും ചേർന്ന ഒരു മണമാണ് ഇതിൻ്റെ മണം. അപ്പോൾ ഓപ്പണിങ്ങിൽ തന്നെയുള്ള മറൈൻ നോട്ട്, ബെർഗാമോട്ട്, അതുപോലെ തന്നെ റോസ്മേരി, ഈ മണങ്ങളൊക്കെ നമുക്ക് ഏകദേശം പിക്ക് ചെയ്യാൻ പറ്റും, കിട്ടുന്നുണ്ട്. ഇതടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ലീവ് എടുക്കുകയാണ്, ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ഇന്ന് കുറച്ച് നേരം വീട്ടിലിരിക്കാമെന്ന് കരുതും. നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു. ഒരു 38°C ഉള്ള ഒരു പകൽ സമയം, നല്ല വെയിലുണ്ട്, എന്നാൽ പുറത്ത് കാറ്റുമുണ്ട്. നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇന്നൊരു കുറച്ച് നേരത്തേക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ബീച്ചിലോട്ടൊന്ന് പോവാം. ഞാൻ പറഞ്ഞതുപോലെ നല്ല വെയിലുണ്ട്, എന്നാൽ നല്ല കാറ്റുമുണ്ട്. ഈ കാറ്റുള്ളത് കൊണ്ട് ചൂടറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ സങ്കല്പിക്കുക. കടലിൻ്റെ അടുത്തെത്തി ദൂരെ നിന്ന് തിരമാലകൾക്കൊപ്പം കടലിൻ്റെ കാറ്റ്, ഉപ്പ് കാറ്റ് വീശുന്നു. ആ ഉപ്പ് കാറ്റിന് ഈ ഒരു പെർഫ്യൂമിൻ്റെ ചുവയുണ്ട്. അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ആ ഉപ്പ് കാറ്റിന് അക്വാഡീജിയോ ലൈനപ്പ് ആ ഒരു DNA സ്മെല്ലുണ്ട്. കലോണ എന്നുള്ളൊരു നോട്ടാണ് അത് ചേർത്തിരിക്കുന്നത്. മറൈൻ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ സിന്തറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടാണ് കലോണ. ആ ഒരു നോട്ട് കാരണം നമുക്ക് ആ ഒരു മണം ഓർമ്മയിൽ വരും. ആ ഒരു സോൾട്ടി സീ ബ്രീസ്, കടലിൻ്റെ ആ ഒരു കാറ്റും ആ ഒരു ഉപ്പ് രസവും ഒരു ചൂടും, എന്നാൽ
കര ചൂടായിരിക്കുന്ന സമയത്ത് കടലിന് അല്പം തണുപ്പുണ്ടാവും. ആ ഒരു ചെറിയൊരു കൂൾ എഫക്റ്റും ഒക്കെ ചേർന്നതാണ് ഇതിൻ്റെ മണം. ഇതിലെ ഹെർബൽ സൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും മാവില, ഏറ്റവും ഇളതായിട്ടുള്ള ഏറ്റവും കിളിർത്ത് വരുന്ന മാവില കയ്യിൽ എടുത്തിട്ടൊന്ന് ഉരയ്ക്കുമ്പോൾ കിട്ടുന്ന എന്തുമായിരിക്കും, ആ ഒരു ഹെർബൽ സ്മെല്ലാണ് എനിക്കിതിൽ കിട്ടുന്ന ഒരു ഹെർബൽ സൈഡായിട്ട് എനിക്ക് കിട്ടുന്ന നോട്ട്. അപ്പോൾ കറക്റ്റ് ഒരു അക്വാട്ടിക് മറൈൻ, കുറച്ച് സിട്രസി നോട്ടൊക്കെ ചേർന്നിട്ടുള്ളൂ. കൂടുതലും മറൈൻ നോട്ട്സാണ് വരുന്നത്. ഒരു അക്വാട്ടിക് മറൈൻ നോട്ടാണ് കൂടുതലും കിട്ടുന്നത്. ഒരു ലക്ഷറി യാട്ടിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞ ആ ഫീൽ തന്നെ, ബീച്ചിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ആ ഒരു വെയിലും ചൂടും കാറ്റും കടൽ തീരത്തെ ഒരു കടലിൻ്റെ ശബ്ദവും ഇരമ്പലും അല്പം ഉപ്പുള്ള ആ കടലിലെ തിരമാലടിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ചെറിയ ചെറിയ തുള്ളി, അതും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പം മണം നല്ല മണമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന DNA ആണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഈ ഒരു മണം സ്മെൽ ചെയ്തിട്ടുണ്ട്. പലർക്കും ഈ ഒരു മണം വളരെ കോമൺ ആയി. കാരണം അക്വാറിജിയോ തന്നെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. വർഷം ഇവർ പല ടൈപ്പായിട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരേ സാധനം തന്നെ ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് ദിവസവും ചിക്കൻ ബിരിയാണി കഴിക്കുന്നു, ഒരു മാസമായിട്ട് നിങ്ങൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നു. ഒരു ദിവസം ആ ചിക്കൻ ബിരിയാണിയിൽ അല്പം ഏലക്കയോ അല്ലെങ്കിൽ മല്ലിയോ കുരുമുളകോ കൂടുതലായിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. ആ ചെറിയ തോന്നൽ തന്നെയാണ് ഇവർ ഓരോ പെർഫ്യൂമിൽ ഇറക്കി വിടുന്നത്. സെയിം സാധനം തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്തുന്നുള്ളൂ. സെയിം DNA, സെയിം പെർഫ്യൂം, പക്ഷേ അല്പം സ്വല്പം ഒരു സോൾട്ട് നോട്ട് കൂട്ടിയിരിക്കാം, അല്ലെങ്കിൽ അല്പം ആ ഒരു ഹെർബൽ നോട്ടുകൾ സ്വല്പം കൂട്ടി വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം സാധനം തന്നെയാണ് വീണ്ടും നമ്മളായി കൊണ്ടിങ്ങനെ വാങ്ങിപ്പിക്കുന്നത്. സെയിം സാധനം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മറ്റൊരെണ്ണം വാങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അക്വാറിജിയോ പ്രൊഫ്യൂമോ ഉള്ളവർ ഒരിക്കലും ഇത് വാങ്ങിയിട്ട് കാര്യമില്ല. ഇതുള്ളവർ പ്രൊഫ്യൂം വാങ്ങേണ്ട കാര്യമില്ല. പ്രൊഫോണ്ട ഉള്ളവർ പ്രൊഫ്യൂം വാങ്ങണ്ട. എല്ലാറ്റിൻ്റെയും മണം ഐഡൻറ്റിക്കൽ തന്നെയാണ്. നമ്മളിങ്ങനെ ഇടത്തേക്കായാലും വലത്തേക്കായാലും അടിച്ചു നോക്കിയിട്ട് സ്മെൽ ചെയ്യുമ്പോഴാണ് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആ ചെറിയ വ്യത്യാസത്തിന് വേണ്ടി നിങ്ങൾ മുടക്കുന്നത് 10,000 12,000 രൂപയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് ഒരെണ്ണം വാങ്ങിയാൽ മതി. പ്രത്യേകിച്ച് ഈ കണ്ടമാനം ഇങ്ങനെ ഫ്ലാങ്കർ ഇറക്കി വിടുന്ന ബ്രാൻഡുകളോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റൊക്കെ കിട്ടി, ഒരുവിധം ആൾക്കാർ വാങ്ങി എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അടുത്ത പരിപാടി സെയിം പെർഫ്യൂം തന്നെ കുറച്ച് പ്രൊമോഷനൊക്കെ കൊടുത്ത് അല്പസ്വല്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, ടോപ്പ് നോട്ടിലോ മിഡിൽ നോട്ടിലോ കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് വീണ്ടും ഇറക്കും. അതിന് 12,000 15,000 രൂപ കൊടുത്ത് വീണ്ടും ഇറക്കും. ഇത് വാങ്ങുന്ന ആൾക്കാർ ഭയങ്കരമായ രീതിയിൽ റിവ്യൂ കൊടുക്കും. ശരിക്കും സെയിം തന്നെയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മണം ഏകദേശം സെയിം തന്നെയാണ്. ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രൊഫ്യൂമോ പ്രൊഫോണ്ടോ ഇതൊക്കെ ട്രൈ ചെയ്തതുകൊണ്ട് എനിക്കിത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. ഇനി ആദ്യമായിട്ട് ട്രൈ ചെയ്തവർക്ക് ഇത് വാങ്ങാം. ഞാൻ ഒരിക്കലും പെർഫ്യൂമിൻ്റെ DNA പെർഫ്യൂമിനല്ല കുറച്ചാക്കി പറയുന്നത്. കാരണം സെയിം ഐറ്റം അവർ വീണ്ടും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പെർഫ്യൂം കൊള്ളാം, നല്ല മണമാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്തവർക്ക് വാങ്ങാം. ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഞാൻ പറയാം. പെർഫോമൻസ് ഉണ്ട്. ഒരു 4-5 മണിക്കൂർ നിൽക്കുന്നുണ്ട്. AC ഇരിക്കുന്നതിനേക്കാൾ ഇത് പുറത്താണ്. വെയിൽ തട്ടുമ്പോഴാണ് കുറച്ചും കൂടി പ്രൊജക്ഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. AC ഇരിക്കുമ്പോൾ അത്ര രീതിയിൽ കിട്ടുന്നില്ല. പുറത്തോട്ട് പോകുമ്പോൾ ആ ഒരു മണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോങ്ജിവിറ്റി ഒരു 4-5 മണിക്കൂർ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഒരു 35-36 ഡിഗ്രി സെൽഷ്യസിൽ കിട്ടുന്നുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് കിട്ടുന്ന പെർഫോമൻസാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് എനിക്ക് അറിയില്ല. ചിലർക്ക് അതിനെ കൂടുതൽ കിട്ടിയേക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം, സബ്ജക്റ്റീവാണ്. എങ്കിലും എനിക്കൊരു 4-5 മണിക്കൂറൊക്കെയാണ് ഞാൻ പറയുന്നത്. പ്രൊജക്ഷനുണ്ട്. ആദ്യത്തെ 2 മണിക്കൂർ പ്രൊജക്ഷനുണ്ട്. പിന്നീട് അടുത്തേക്ക് വരുമ്പോൾ മാത്രം കിട്ടുന്ന തരത്തിലേക്ക് മണം ചുരുങ്ങും. ഏത് ഒക്കേഷനിലും ഇത് യൂസ് ചെയ്യാം. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം. സമ്മർ സീസണിലോ വിൻ്റർ സീസണിലോ ഏത് സീസണിലും നമുക്കത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇന്ന ഒക്കേഷൻ ഇന്ന കാലാവസ്ഥ അങ്ങനെയൊന്നുമില്ല. എനി വെതർ, എനി സീസൺ, എനി ഒക്കേഷൻ. പക്ഷേ കൂടുതലും അത്യാവശ്യം വെയിലുള്ള സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. കാരണം ചൂട് തട്ടുമ്പോഴാണ് മണം പുറത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ യൂണിസെക്സ് അല്ല. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ അക്വാഡിജിയോ പെർഫ്യൂം ഉണ്ടെങ്കിൽ ഇത് വാങ്ങരുത്, അല്ലെങ്കിൽ പ്രൊഫോണ്ട് ഉണ്ടെങ്കിൽ വാങ്ങരുത്. ആദ്യമായിട്ട് വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങുക.